നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവാണ്. എല്ലാവരും കണ്ടു നോക്കൂ. നമസ്കാരം. നമുക്ക് നമ്മുടെ നമസ്കാരം 1 2 3. ശരി, ഇനി നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. വരും, നിന്നോളൂ. ഇപ്പൊ പഠിച്ച സ്റ്റെപ്പ് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരും. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. കിട്ടിയല്ലോ. ശരി, ചെയ്തല്ലോ. അത് നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പെയർ മാറി ചെയ്യുന്നു. അപ്പൊ എങ്ങോട്ട് ചെയ്യും? അങ്ങോട്ട് ചെയ്യും അല്ലേ? ഇങ്ങോട്ട് ചെയ്യും. റെഡി? ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. നമുക്കിനി കൈ പറഞ്ഞു തരാം. ചെയ്തോളൂ. നിങ്ങൾ തമ്മിൽ ചേർന്നു. ഓട്ടോ റെഡി? 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. കൈ ഇങ്ങനെ അനക്കരുത്. കൈ അവിടെ തന്നെ നിന്ന് നമ്മൾ അനങ്ങി പോകണം. ഇനി നമ്മൾ അടുത്ത ആൾ വെച്ചാണ്. ചെയ്തോളൂ. 1 2 3 4 1 2 കാണാം. 3 4 1 2 3 4 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ചേർത്തൊന്നുകൂടി ചെയ്യാം. 1 2 3 4 1 മുട്ട് മടക്കണം. 3 മുട്ട് മടക്കിയിട്ട് 1 2 3 4 1 2 3. തിരിച്ച് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇത്രയും നീട്ടി, അത്രയും നീട്ടിയെടുക്കരുത്. പിന്നെ നമ്മൾ ആ ആളിനെ ക്രോസ് ചെയ്ത് തന്നെ നിൽക്കണം. ആളെ വിട്ട് നമ്മൾ അങ്ങോട്ട് പോകരുത്. നിങ്ങൾ രണ്ടും കൂടി ചെയ്ത് നോക്കട്ടെ. 1 2 3 4 1 2 മുട്ടണം. 1 2 1 കാണണം. 3 4 1 2 3. ഇതാണ്. നിങ്ങൾ തമ്മിൽ ചെയ്ത് നോക്കൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പൊ നമ്മൾ കൈ ഈ കൈ എടുക്കുമ്പോൾ മറ്റേ കൈ വെറുതെ തൂക്കിയിടണം. മനസ്സിലായോ? പ്രാവശ്യം ചെയ്യാം. ഈ ഇപ്പൊ നമ്മുടെ ചെറിയൊരു റൗണ്ടായിട്ട് നിൽക്കണം. ഇങ്ങനെ തന്നെ ഒന്ന് കയറി കൊണ്ട് വരരുത്. ഇത് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് വിടാതെ ചെയ്യണം. റെഡി? ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. തിരിച്ചുകൊണ്ട് 1 2 റൗണ്ട് കറക്റ്റ് ഇടാം. ഇത്രയും ഉള്ളിലോട്ട് പോകരുത്. ഇത്ര ഉള്ളിലോട്ട് പോകരുത്. റൗണ്ട് ശ്രദ്ധിക്കണം നമ്മൾ. അപ്പൊ നമ്മൾ ദൂരം തന്നെ റൗണ്ട് ആവുള്ളൂ. അല്ലെങ്കിൽ അടുത്തായി പോലും ഇങ്ങനെ ദൂരെ നിൽക്കണം. ചെയ്തോളൂ. 1 2 3 4 1 2. ദൂരെ പോട്ടെ. 3 4 1 2 3 4 1 2 3 4. ദൂരെ നിൽക്കണം. ഇത്ര ഡിസ്റ്റൻസ് കൊടുക്കാതെ. ഇത് പോകുന്നത് സ്ക്വയർ ആയിട്ടാണ് തോന്നുന്നത്. റൗണ്ടായിട്ട് തോന്നുന്നത് നമ്മളെപ്പോഴും കുറച്ച് നീങ്ങി നിൽക്കണം. അപ്പോൾ നമ്മൾ 4 പേരെ എഴുതും. സാരമില്ല. മനസ്സിലായില്ലേ? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ശരി, ഇപ്പോൾ ഒരു പുതിയ സ്റ്റെപ്പ് പഠിച്ചല്ലോ. അത് സ്റ്റെപ്പൊന്നുമില്ല, പ്രത്യേകിച്ച് സ്റ്റെപ്പ് കൂടി കൈ കൂടി ചേർത്താണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കൈ കൂടി ചേർത്തല്ലേ റെഡിക്കാം. 1 2 1 2 1
2 1 2 ഒന്നുകൂടെ 1 2. ഇത് 1 2 ചെയ്യുമ്പോൾ നമ്മൾ നേരെ റൗണ്ടായിട്ട് നിന്നാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നേരെയാണ് ചെയ്യുന്നത്. കൂടി തിരിഞ്ഞു മോളെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനെ മാത്രമാണ് നമ്മൾ ക്ലോസ് ചെയ്തോളൂ. അപ്പം ചെയ്യുന്നൂടെ 1 2 അതാണ് 1 ഇനി ക്ലോസ് ചെയ്യണം 1 2 1 വീണ്ടും നേരെ 1 2 1 2 ക്ലോസ് ചെയ്യാം 2 1 2. ഇനി അടുത്ത പേര് കേട്ടാണ് നേരെ നേരെ തന്നെ 1 നേരെ തന്നെ 2 1 ഇനി അങ്ങോട്ട് വിടണം 1 2 1 2 ഒന്നുകൂടെ നേരെ 1 2 1 2 1 2 1 2. മനസ്സിലായോ? അപ്പം നമ്മൾ ഇത് നേരെയാണ് നമ്മൾ ഈ താഴെ നമ്മൾ നേരെയാണ് ചെയ്യുന്നത്. അടുത്തത് മാത്രം നമ്മൾ പേരായിട്ട് ചെയ്യുന്നു. കുറച്ച് നമ്മൾ ചെയ്താലോ? ഓക്കെ ആണല്ലോ? ചെയ്തോളൂ 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. നന്നായിട്ട് മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? സംശയമില്ല ഇല്ലല്ലോ? സംശയം കേൾക്കാം അടുത്തരണോ? അപ്പൊ ശരി, മനസ്സിലായല്ലോ നന്നായിട്ട്? ഓക്കെ. നമ്മൾ ഇപ്പൊ ചെയ്ത 2 സ്റ്റെപ്പുകൾ ഒരുമിച്ച് ചെയ്യാം. റെഡിയാണല്ലോ? ചെയ്തോളൂ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3. സൈഡിലോട്ടാണ് പോണത് 1 2 സൈഡിലോട്ടാണ് 3 4 1 2 3 അടുത്തത് 1 2 3 4 1 2 3 4 1 2. എന്ത് പറ്റി? സാരല്ല ഒന്നുകൂടെ ചെയ്യാം, കുഴപ്പമില്ല. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. തിരിച്ചും 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. സംശയമില്ലല്ലോ? തെറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. മനസ്സിലായല്ലോ? അപ്പം നന്നായിട്ട് മനസ്സിലായി. നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും തുടരാം. ബാക്കി ശരി. അതിനെക്കളി ക്ലാസ് കണ്ടല്ലോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്ര തരങ്ങളിലെല്ലാവർക്കും നന്ദി. നമസ്കാരം.